അപ്പോൾ ക്രിസ്മസിന് ഞങ്ങളും ഉണ്ടാക്കുന്നു ഒരു പുൽക്കൂട്. അപ്പോൾ നമ്മൾ പുൽക്കൂടിൻ്റെ ഷോർട്സ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതിനകത്ത് ഇങ്ങനെ സ്ലോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട വെച്ചിട്ട് നമ്മളിങ്ങനെ സ്ലോപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടാണ് നമ്മൾ മണ്ണിട്ട് പൊക്കിയിരിക്കുന്നത്. അതല്ല നമുക്ക് എന്നാലും മണ്ണ് കുറച്ച് കൂടുതൽ വേണം. മറ്റതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി മണ്ണ് കയറി വരും. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ ഇട്ടിട്ട് അങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ മണ്ണ് തന്നെ ഇട്ടേക്കുന്നത്. പിന്നെ നമ്മൾ 2 ദിവസം കുതിർത്ത് വെച്ച് തിന എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തിനയുടെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുതിർത്ത് വെക്കുക, എന്നിട്ട് നമ്മൾ ഒരു നനഞ്ഞ തുണിയിൽ കെട്ടി വെച്ചാൽ ചെറിയ മുള വരും. അപ്പോഴത്തേനും നമുക്ക് ഇതിനെടുത്ത് ഇങ്ങനെ വിതറിയിടാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിട്ടിട്ട് നമുക്ക് ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേനകത്ത് ചെറിയ ചെറിയ ഇലകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ കല്ലൊക്കെ പറക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രതിമകളും സ്റ്റാച്യൂയും കാര്യങ്ങളൊക്കെ വെക്കാനാണ്. അപ്പോൾ നമ്മളിപ്പം ഇതൊരു ഉന്നയിച്ചതൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പൊസിഷനിങ് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെച്ചേക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ചെറിയ കിണറും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ പുറമെ ഈ ഔട്ട് സൈഡിൽ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഈ പ്ലെയിൻ തടിയൊക്കെ പ്ലെയിൻ ചെയ്യുന്ന അങ്ങനെ കാർവ് ചെയ്ത കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പൊടിയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഈ കാണുന്ന സാധനങ്ങളൊക്കെ ബാക്കി നമ്മൾ പ്രതിമയും കാര്യങ്ങളൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ തിന ഒന്ന് വളർന്നു വന്നതിന് ശേഷം മാത്രമേ നമ്മളിതൊക്കെ വെക്കുന്നുള്ളൂ. ആ കാണുന്ന ചാക്കലിൽ നമ്മൾ കൊണ്ടുവന്നാണ് ഈ പൊടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏകദേശം നമ്മുടെ തിനയുടെയൊക്കെ ഒരു സ്പ്രൗട്ടിങ് ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ പുൽക്കൂട് പ്രതിമകൾ വെക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏഞ്ചിലൊക്കെ നമ്മൾ കെട്ടിയിട്ടുണ്ട്. പക്ഷേ മേൽക്കൂര ചെയ്യാനായിട്ട് നമ്മളിപ്പം പുൽക്കൂട്ടിലായതുകൊണ്ട് നമ്മൾ വൈക്കോലിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കച്ചിൽ വൈക്കോലിൽ നമ്മൾ ആ സാധനത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് അതിന് ഭയങ്കര കോസ്റ്റാണ്. ഒരു ബണ്ടിൽ 400 സംതിങ് ആയിരുന്നു. അപ്പോൾ നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഓല വെച്ചിട്ടാണ് നമ്മൾ ഈ പുൽക്കൂടിൻ്റെ കൂര മെഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മുടെ ഔട്ട്ലുക്ക് വരുന്നത്. അതുപോലെ നമ്മുടെ തിനയെന്ന് വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമേ. അപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ തിനയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ കിണറിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബാക്കി പ്രതിമയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ലൈറ്റിങ്ങിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് പുൽക്കൂട് സെറ്റായിട്ടുണ്ട്. കുറച്ച് അങ്ങനെ ഗ്രാസ് വളർന്നിങ്ങനെ സെറ്റാവാനായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ബാക്കി ഇനി ഒന്നും നമുക്ക് ചെയ്യേണ്ട കുറച്ച് ലൈറ്റും കാര്യം. പക്ഷേ ഇതിനകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും വെള്ളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെന്താ പറയുക, ഇതിൻ്റെ വെള്ളം സ്പ്രേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം കറക്റ്റായി വരില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് പഴയ എന്താ പറയുക പ്രതിമകളും സ്റ്റാച്യൂസും കാര്യങ്ങളും നമുക്കുണ്ട്. കുറച്ച് പുതിയ നമ്മൾ മേടിച്ചിട്ടുമുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ക്ലബ് ചെയ്താണ് നമ്മൾ വെച്ചേക്കുന്നത്. കുറച്ച് പഴയതുണ്ടായിരുന്നു. ആ കിണറൊക്കെ നമ്മൾ വീട്ടിലുള്ള ചട്ടിയൊക്കെ വെച്ച് ചെയ്തേക്കുന്നത്. നമുക്ക് ഏറ്റവും ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുൽക്കൂടിൻ്റെ സെറ്റപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ആ ബാക്കിൽ കാണുന്ന റീത്ത് കണ്ടോ, ക്രിസ്മസ് റീത്ത്, അതൊക്കെ എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ സാധനമാണ്. ഹോം മെയ്ഡ് ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. പുള്ളിക്കാരി ഉണ്ടാക്കിയ ഒരു റീത്താണ്. ബാക്കി നമ്മൾ ക്രിസ്മസ് ട്രീയും ചെയ്യാനായിട്ട് സമയം കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഔട്ട് ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ട്രീ നമ്മൾ ക്രിസ്മസ് ട്രീ ആക്കി കൺവേർട്ട് ചെയ്യുമായിരുന്നു. കുറച്ച് അതിനകത്ത് ബെല്ലും കാര്യങ്ങളൊക്കെ ഇട്ടു. കുറച്ച് തൂക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിക്കേണ്ടി വന്നു, അതൊക്കെ മേടിച്ചു. ബാക്കി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീയിൽ ലൈറ്റ് ഇട്ടിട്ട് കാണണം. അപ്പം ഇതാണ് നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് കാണുന്ന ഒരു ലുക്ക് എന്ന് പറയുന്നത്. അധികം ലൈറ്റ് നമ്മൾ വാരി ഇങ്ങനെ ഇട്ടിട്ടില്ല. വളരെ കുറച്ച് ലൈറ്റ് കാര്യങ്ങളെ നമ്മൾ ഇട്ടിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് ആ കാണുന്ന ബ്യൂട്ടി അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് എഴുതിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരുപാട് ലൈറ്റ് ഇടാത്തത്. പക്ഷേ കുറച്ച് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പുൽക്കൂട്ടകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതേ കാര്യങ്ങളൊക്കെ പ്രതിമകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മളിപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് രാത്രിയാണ് എടുക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ക്രിസ്മസിൻ്റെ ബാക്കി ഈ ലൈറ്റിംഗ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോകണം. അപ്പോൾ നമ്മുടെ ട്രീയിലും സ്റ്റാർ കുതിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി ഇപ്പം ഒരുപാട് സ്ഥലത്തൊക്കെ പുൽക്കൂട് ഉണ്ടാക്കി വെക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകണം. അത് പള്ളിയിൽ നിന്ന് കയറണം. അപ്പോൾ ഒത്തിരി പരിപാടി ഉണ്ടാവും. നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ ക്രിസ്മസിൻ്റെ ലൈറ്റിംഗ് പരിപാടികൾ കാണാൻ പോകുന്നൊരു വീഡിയോ ആണ്. മറക്കാതെ എല്ലാവരും കണ്ടു നോക്കണേ. ബൈ ഫ്രണ്ട്സ്.